മൂവാറ്റുപുഴ കല്ലൂർക്കാട് എസ്ഐയെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി രക്ഷപ്പെടാൻ ഉപയോഗിച്ച കാർ കണ്ടെത്തി. കേസിലെ ഒന്നാം പ്രതിയായ മുഹമ്മദ് ഷെരീഫ് തൊടുപുഴയ്ക്ക് സമീപം വെങ്ങല്ലൂരിൽ വാഹനം ഉപേക്ഷിച്ച് കടന്നുകളയുകയായിരുന്നു. സംഭവം നടന്ന് 24 മണിക്കൂർ പിന്നിട്ടിട്ടും പ്രതികളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രതികൾ രക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരു തെളിവും ലഭിക്കാതിരുന്നതിന് പിന്നാലെയാണ് തൊടുപുഴ നഗരത്തിൽ തന്നെ പ്രതി സഞ്ചരിച്ച കാർ കണ്ടെത്തിയത്. കല്ലൂർക്കാട് നിന്ന് സംഭവത്തിന് ശേഷം പ്രതി വെങ്ങല്ലൂർ എത്തി കാർ ഉപേക്ഷിച്ചു എന്നാണ് പോലീസിന്റെ നിഗമനം. സമീപ പ്രദേശങ്ങളിലെ CCTV കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം ശക്തമാക്കി. കാറിൽ ശാസ്ത്രീയ പരിശോധനയും നടത്തി. കേസിൽ ഒന്നാം പ്രതിയായ മുഹമ്മദ് ഷെരീഫാണ് കാർ ഓടിച്ചിരുന്നത്. SI മുഹമ്മദിന്റെ ദേഹത്തുകൂടി കാർ കയറ്റിയിറക്കിയത് ഷെരീഫ് തന്നെയാണ്. രണ്ടാം പ്രതിയായ ആഫീസ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. മൂവാറ്റുപുഴയിൽ താമസക്കാരനായ ഷെരീഫ് കേസിൽ രണ്ടാം പ്രതിയും തൊടുപുഴ സ്വദേശിയുമായ ആഫീസുമായി ചേർന്ന് ലഹരി വസ്തുക്കളുടെ വിൽപ്പന നടത്തിയെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇത്തരത്തിൽ വിൽപ്പനയ്ക്കെത്തിയപ്പോഴാണ് SI മുഹമ്മദിന്റെ ശ്രദ്ധയിൽപ്പെട്ടതും വാഹനം കയറ്റിക്കൊള്ളാൻ ശ്രമിച്ചതെന്നും പോലീസ് അനുമാനിക്കുന്നു. ഷെരീഫിനെ രക്ഷപ്പെടാൻ സഹായിച്ച സുഹൃത്തുക്കളായ 3 പേർ നിലവിൽ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇവരിൽ നിന്ന് പ്രതികളിലേക്ക് എത്താനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ കണ്ടെത്താനോ സൂചനകളോ ലഭിച്ചിട്ടില്ല. വധശ്രമം, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്. ശസ്ത്രക്രിയ പൂർത്തിയായ SI മുഹമ്മദിന്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. 24 തൊടുപുഴ.